ഞാൻ ആതിര ഉല്ലാസ്. ഞാൻ റീസ്ലാൻഡി. ഞാൻ അനുവഗീസ്. ഞാൻ ഐശ്വര്യ മധു. ഞങ്ങൾ 4 പേരും റീസെൻ്റായിട്ട് അജിനോറയിൽ നിന്ന് OET പാസ്സായ സ്റ്റുഡൻസാണ്. അപ്പോൾ ഞങ്ങൾ അജിനോറയെ പറ്റി അറിയാൻ തുടങ്ങിയത് തന്നെ ഞങ്ങൾ നഴ്സിങ്ങിൻ്റെ ലാസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ സീനിയേഴ്സ് അജിനോറയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ബേസിലാണ് ഞങ്ങൾ അജിനോറയെ പറ്റി ആദ്യം അറിയുന്നത്. അപ്പോൾ കുറേ അല്ലാണ്ട് തന്നെ പുറത്തുനിന്നും പിന്നെ അല്ലാതെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞങ്ങൾ അജിനോറയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ അവിടുത്തെ ട്രെയിനിങ്ങും അവിടുത്തെ കാര്യങ്ങളും എല്ലാം നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോഴത്തേക്കും ഞങ്ങൾ അജിനോറ ചൂസ് ചെയ്തു OET പഠിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് അജിനോറയിൽ ഞങ്ങൾ വന്നത് എടപ്പള്ളി ബ്രാഞ്ചിലാണ് വന്നത്, ഹെഡ് ബ്രാഞ്ചിലാണ് വന്നത്. അവിടെ ഞങ്ങൾക്ക് ആദ്യം തന്നെ നല്ലൊരു വെൽക്കം തന്നു. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൻ്റെ സ്ട്രക്ചറും മൊഡ്യൂൾസും കാര്യങ്ങളും എല്ലാം എന്തൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞു തന്നു. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് ആയിരുന്നു തന്നിരുന്നത്. അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈച്ച് മൊഡ്യൂളിനെ പറ്റിയും ഓരോ ദിവസവും ഓറിയൻറ്റേഷൻ ക്ലാസ് എക്സ്പേർട്ടായിട്ടുള്ള ട്രെയിനീസാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇവിടുത്തെ മൊഡ്യൂൾസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തുടക്കത്തിലൊക്കെ നമുക്ക് നമ്മുടെ കാറ്റഗറി അനുസരിച്ചുള്ള മൊഡ്യൂൾസാണ് ആദ്യം നമുക്ക് തരേണ്ടാവുക. അത് നമുക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് ഓരോരോ സ്റ്റെപ്പ് വഴി നമുക്ക് പറഞ്ഞു തരും. എങ്ങനെ ഓരോ മൊഡ്യൂൾസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെയാണ് ടിപ്സ് ട്രിക്സ് അതൊക്കെ പറഞ്ഞു തരും നമ്മുടെ മാഡംസ്. അത് മാത്രമല്ല നമുക്ക് ഓരോരോ OET ഇത്ര നാൾ കഴിയുമ്പോൾ നമ്മുടെ OETയുടെ ഓരോരോ സെക്ഷൻസ് ടഫറായി തുടങ്ങും. അതായത് നമ്മുടെ എക്സാമിന് നമ്മൾ ശരിക്കും ഒരു പ്രിപ്പയർ ചെയ്യും നല്ല രീതിയിൽ. സ്പീക്കിങ്ങിലൊക്കെ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നോർമൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിരുന്നു, ഒരു ഫ്ലുവൻസി ഉണ്ടായിരുന്നില്ല, ഒരു ഇമോഷൻലെസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ ട്രെയിനേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി നല്ല ഇമോഷനായിട്ട് നല്ല ഒരു ഫ്ലുവൻസിയോടെ തന്നെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഞങ്ങൾക്ക് വന്നു. അതുമാത്രമല്ല മെറ്റീരിയൽസ് ഈ എക്സാം ബാച്ച് എത്തുമ്പോഴാണ് ഞങ്ങളുടെ മെറ്റീരിയൽസ് ഭയങ്കര ടഫറായി വന്നത്. ആ ഒരു സമയത്ത് ഞങ്ങൾ ശരിക്കും നല്ലപോലെ പ്രാക്ടീസ് ചെയ്തു, കുറേ മെറ്റീരിയൽസ് കൂടെ കടന്നുപോയി. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ശരിക്കും ഞങ്ങൾക്ക് OET ക്രാക്ക് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി നമുക്ക് കിട്ടിയത്. ബേസിക്കലി എനിക്ക് പാടെന്ന് പറയുന്ന മെറ്റീരിയൽ റീഡിംഗ് ആയിരുന്നു കുറച്ചും കൂടി. ലിസണിങ്ങും പാടായിരുന്നു, പക്ഷേ റീഡിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എല്ലാവർക്കും A പാർട്ട് B പാർട്ട് C പാർട്ട് കുറച്ച് പാടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കുറേ മോട്ടിവേഷനും കുറേ മെറ്റീരിയൽസ് ഞങ്ങൾ ചെയ്തു, പ്രത്യേകിച്ച് A പാർട്ടിൽ. നമുക്ക് എക്സ്ട്രാ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് A പാർട്ട് ഒരുപാട് ചെയ്യാൻ സഹായിക്കും. ഇപ്പോൾ അവർ 15 മിനിറ്റാണ് നമുക്ക് സാധാരണ A പാർട്ട് ചെയ്യാനുള്ള സമയം. അത് അവർ 10 മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് കൂടുതലും അവർ ഓരോ നമുക്ക് ടിപ്സൊക്കെ പറഞ്ഞു തരും. ഇങ്ങനെ 10 മിനിറ്റ് ഇട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് കൂടുതൽ എളുപ്പമാവാനായിട്ട്. അപ്പോൾ ടീച്ചേഴ്സ് നമുക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ ഭയങ്കര എഫക്റ്റീവാണ് നമുക്ക് അത് അച്ചീവ് ചെയ്യാനും OET ക്രാക്ക് ചെയ്യാനും. അതുകൊണ്ട് കുറേ ടിപ്സൊക്കെ ഇവരുടെ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ. അതുപോലെ തന്നെ ഇവിടെ നടത്തിയ ഗ്രാൻഡ് മോക്ക് ആയാലും സ്പീക്കിംഗ് മാരത്തോൺ ആയാലും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക്. ഗ്രാൻഡ് മോക്കൊക്കെ കറക്റ്റ് OET എക്സാം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയറൈസ് ആവാനും ടെൻഷൻ ഇല്ലാതെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എക്സാം പ്രിപ്പറേഷൻസ് ആയാൽ തന്നെ നമുക്ക് കുറേ മൊഡ്യൂൾസ് അവർ ചെയ്യാൻ തരും, അതും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആൻഡ് നമുക്ക് കുറേ ഫെമിലിയറൈസ് ചെയ്യാൻ പറ്റും ആ മൊഡ്യൂൾസും. അതായത് സ്പീക്കിംഗ് മാരത്തോൺ നമുക്ക് ഭയങ്കരമായിട്ട് 3 ട്രെയിനേഴ്സിനെ വെച്ചിട്ടാണ് സ്പീക്കിംഗ് മാരത്തോൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ടെൻഷൻ കുറയ്ക്കാനും ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ വോയിസ് മോഡുലേഷൻ ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ സ്പീക്ക് ചെയ്യാം എന്ന് നമുക്ക് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. സോ ഇതാണ് ഞങ്ങൾ ഇത്രയും നാളും അജിനോറയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അജിനോറ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. OET ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെറ്റർ ഓപ്ഷനാണ് അജിനോറ. സോ വി ആർ സജസ്റ്റിംഗ് അജിനോറ ആസ് എ ബെറ്റർ ഓപ്ഷൻ. If you think IELTS or OET, think Aginora. Get set, fly.